ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. നമ്മൾ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്തതാണല്ലോ. ആ തെരഞ്ഞെടുപ്പ് രീതികളും തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിരുന്നു. സെപ്റ്റംബർ 9-നാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഇരു മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെ എല്ലാവരും ഉറ്റുനോക്കുകയായിരുന്നു. ഈ അവസരത്തിലാണ് ഇന്ന് NDAയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തമിഴ്നാട് തിരുപ്പൂർ സ്വദേശിയായ നിലവിൽ മഹാരാഷ്ട്രയുടെ ഗവർണറുമായ CP രാധാകൃഷ്ണനാണ് NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 22-നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി ആര് എന്ന് എല്ലാവരും ഉറ്റുനോക്കുകയായിരുന്നു. ഈ അവസരത്തിലാണ് NDAയുടെ അവരുടെ പാർലമെന്ററി പാർട്ടി യോഗമൊക്കെ ചേർന്ന് CP രാധാകൃഷ്ണനെ NDAയുടെ സ്ഥാനാർത്ഥിയായി JP നദ്ദ പ്രഖ്യാപിച്ച വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയെ തിങ്കളാഴ്ച തീരുമാനിക്കും എന്നാണ് ഇപ്പോൾ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം BJPയുടെ പ്രസിഡന്റ് JP നദ്ദ പ്രതിപക്ഷവുമായി ചർച്ചകൾ നടത്തി ഐക്യകണ്ഠേനയുള്ള ഒരു തിരഞ്ഞെടുപ്പിനെ കുറിച്ചും വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. അത് എന്തായാലും അറിയില്ല, കാരണം ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള യോഗം തിങ്കളാഴ്ച വിളിച്ചിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ആ നിലക്കാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി ഒരു മത്സരം ഉറപ്പായിരിക്കും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഏതായാലും NDA സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അദ്ദേഹം 2003 മുതൽ 2006 വരെ തമിഴ്നാട് BJPയുടെ പ്രസിഡന്റും കോയമ്പത്തൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ച വ്യക്തിയുമായിരുന്നു. ഇപ്പോൾ നിലവിൽ മഹാരാഷ്ട്ര ഗവർണറാണ് അദ്ദേഹം. ഏതായാലും സെപ്റ്റംബർ 9-നാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. 22-നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഏതായാലും 22-ന് മുൻപ് ഇനി സ്ഥാനാർത്ഥി ഇന്ത്യ മുന്നണിക്കുണ്ടോ ഇല്ലയോ എന്നതിന് ഒരു വ്യക്തത തീർച്ചയായും വരും. അഥവാ ഇന്ത്യ മുന്നണിയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് ഏതായാലും ഉണ്ടാവുകയും ചെയ്യും. ഏതായാലും ഒരു കാര്യം വ്യക്തമായി, NDA സ്ഥാനാർത്ഥി ശ്രീ CP രാധാകൃഷ്ണനാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഉണ്ടാകുമോ, ഉണ്ടെങ്കിൽ അതാര് എന്ന കാര്യത്തിൽ തിങ്കളാഴ്ചയോടെ അതിനും ഒരു വ്യക്തത വരും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ അധികം ദിവസം നാളെയാണല്ലോ. നാളെ അതിനൊരു വ്യക്തമായ തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CP രാധാകൃഷ്ണൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തമിഴ്നാട് തിരുപ്പൂർ സ്വദേശി. നിലവിൽ അദ്ദേഹം മഹാരാഷ്ട്രയുടെ ഗവർണറായി സേവനമനുഷ്ഠിക്കുകയുമാണ്. ഇതൊക്കെയാണ് ഇതിന്റെ പശ്ചാത്തലം. അപ്പോൾ ഏതായാലും തെരഞ്ഞെടുപ്പ് ഉണ്ടോ ഇല്ലയോ എന്നതിനെപ്പറ്റി ഒരു ഇന്ത്യ മുന്നണിയുടെ യോഗത്തിന് ശേഷം നമുക്ക് അതിലൊരു തീരുമാനത്തിൽ എത്താൻ സാധിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CP രാധാകൃഷ്ണനെ NDA പ്രഖ്യാപിച്ച വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വ്യക്തമായ ഭൂരിപക്ഷം NDA മുന്നണിക്കുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. ഇലക്ടറൽ കോളേജ്, പാർലമെന്റിലെ ഇലക്ടറൽ കോളേജ് രാജ്യസഭയിലെയും ലോക്സഭയിലെയും മെമ്പർമാരും നോമിനേറ്റ് ചെയ്ത മെമ്പർമാർക്കുമാണ് വോട്ടവകാശമുള്ളത്. അതുകൊണ്ട് തന്നെ വ്യക്തമായ ഭൂരിപക്ഷം NDA മുന്നണിക്കുള്ളത് കൊണ്ട് തന്നെ CP രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെടും എന്നതിൽ തർക്കമില്ല. അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ അദ്ദേഹം തന്നെയാണ് തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യത. അപ്പോൾ ഇനി ഒരു മത്സരം ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ മാത്രമാണ് ഒരു വ്യക്തത വരേണ്ടത്. അത് ഇന്ത്യ മുന്നണിയുടെ യോഗത്തിന് ശേഷം അതിനൊരു വ്യക്തത വരും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച് താങ്കൾക്ക് നന്ദി. ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഇനിയും വരുന്ന ഉറക്ക്. അതുമായി ബന്ധപ്പെട്ട വീഡിയോകളുമായി വീണ്ടും കണ്ടുമുട്ടാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഓർമ്മിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടും വരെ, വീണ്ടും സന്ധിക്കും വരെ വണക്കം, നന്ദി, നമസ്കാരം.